സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 12-19 വാക്യങ്ങൾ. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, നിവൃത്തിയോ ജീവവർഷം തന്നെ. സദൃശവാക്യം 13-12 വാക്യം. ശലോമോൻ രാജാവിൻ്റെ ഒരു സദൃശവാക്യം ഉൾപ്പെടെ ബൈബിളിലെ ജ്ഞാനീയത്തെക്കുറിച്ച് പ്രവർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഏറെ സഹായിച്ചിട്ടുണ്ട്. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, നിവൃത്തിയോ ജീവവർഷം തന്നെ. സദൃശവാക്യം 13-12 വാക്യം. ഈ സദൃശവാക്യത്തിൽ ശലോമോൻ തന്നെ ജ്ഞാനം പങ്കുവച്ച് അർത്ഥവത്തായ വാക്യങ്ങൾ ആശാവിളംബനം സംഭവിക്കുമെന്നാണ്. വളരെയധികം ആഗ്രഹിച്ച ഒന്നിൻ്റെ കാലതാമസം ഉത്കണ്ഠയും വേദനയും കാരണമാകും. എന്നാൽ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ അത് ജീവൻ്റെ ഒരു വിഷം പോലെയാണ്. ഉന്മേഷവും ഉണർവും അനുഭവിപ്പാൻ നമ്മെ അനുഭവിപ്പിക്കുന്ന ഒന്ന്. നമ്മുടെ ചില പ്രതീക്ഷകളും ആഗ്രഹങ്ങൾ ഉടനടി നിവർത്തിക്കപ്പെടണമെന്നില്ല. ചിലത് നാം മരിച്ചതിന് ശേഷം ദൈവത്തോടെ മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ. നമ്മുടെ ആഗ്രഹം എന്തു തന്നെയായാലും അവൻ നമ്മെ നിരന്തരം സ്നേഹിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. കൂടാതെ ഒരു ദിവസം നാം അവനോടൊപ്പം വിരുന്ന് കഴിക്കുകയും അവൻ നന്ദി പറയുകയും ചെയ്യുന്ന വേളയിൽ നമ്മൾ പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിക്കും. വെളിപാട് പുസ്തകം 19-69 വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പൂർത്തീകരിക്കാത്ത ആഗ്രഹം നിമിത്തം നിങ്ങൾക്ക് എപ്പോഴാണ് അസ്വസ്ഥത വന്നിട്ടുള്ളത്? നിങ്ങളുടെ ആവശ്യ സമയത്ത് ദൈവം നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം നിറവേറ്റിയത്? പ്രാർത്ഥിക്കാം. ഞങ്ങൾ സൃഷ്ടാവായ ദൈവമേ, അങ്ങനെ ആഴമായ ആഗ്രഹം നിറവേറ്റുന്നു. എൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞാൻ അങ്ങേക്ക് തരുന്നു. അങ്ങനെ ജ്ഞാനത്തിലും സ്നേഹത്തിലും അനിശ്ചിതമായി അവ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.